ആദ്യമായിട്ട് നന്ദി പറയുന്നത് ചിതു, ഗണപതി, ഷോൺ ബേബി, പിന്നെ റോണിഷ്. എല്ലാവരും പറയണ്ട, എല്ലാവരും പേര് എനിക്ക് കുറച്ച് ഓർമ്മക്കുറവുണ്ട്, അതൊന്നും പറയില്ല. ഈ സിനിമ എടുക്കാൻ വന്ന ആദ്യത്തെ ആൾക്കാർ ഇവരൊന്നുമല്ല, ഇവര് 4ാമത് വരുന്ന ആൾക്കാരാണ്. ഈ സിനിമ ഇതിനു വന്ന ആൾക്കാർ എടുക്കാൻ പറ്റാതെ പോയത്, ഈ സിനിമ സാധാരണ രീതിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഈ ഗുണാക്കേവും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് പണിയുണ്ട്, കുറച്ച് കാശ് മുടക്കണം. അപ്പൊ അത് കാരണം കൊണ്ടാണ് അതിന് വന്ന ആൾക്കാരൊന്നും സിനിമയാക്കാതെ പോയത്. അപ്പൊ അത് ഇവര് സബീക, ഷോൺ ബേബി ഇവരൊക്കെ കൂടി കുറച്ച് കാശൊക്കെ മുടക്കിയിട്ട് ചെയ്ത് ഇത് നല്ലൊരു സൗഹൃദത്തിന്റെ, സുഹൃത്തുക്കൾ എന്താണെന്ന് മനസ്സിലാവും. ഒരാളെ കളഞ്ഞിട്ട് വരാതെ അവര് ജീവനോടെ എന്നെ ഇവിടെ കൊണ്ടുവന്നു. കൂടുതൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഇമോഷണലി പ്രശ്നം ക്യാമറ കേൾക്കില്ല, ഞാനത് കുട്ടനാണ്. ഇപ്പൊ വീണ്ടും എല്ലാവരും കൂട്ടുകാരോ അല്ല, പൊതുവെ എല്ലാവരും എന്നെ കുട്ടനാളിക്കാൻ തുടങ്ങിയത്. എന്റെ സിജൂടെ ഇപ്പൊ എല്ലാവരും മറന്നു പോയിട്ടാണ്. പിന്നെ ഈ പടത്തെ പറ്റി പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു 17 വർഷം മുമ്പ് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കഥയാണത്. അതുകൊണ്ട് ഇത് പടം എന്താ, ഞങ്ങൾ പടമായിട്ടല്ല ഞങ്ങൾ ഇത് കണ്ടത്, ഞങ്ങളുടെ ജീവിതമായിട്ട് തന്നെയാണ് കണ്ടത്. ജീവിതം ഞങ്ങളുടെ ഡയറക്ടർ ചിതുവിന് ഒരുപാട് അഭ്യന്തരങ്ങൾ പറയാണ്ട്, അത് പറഞ്ഞാൽ തീരൂല. അതുപോലെ തന്നെ പിന്നെ ആർട്ട് ഡയറക്ടർ അജയറിന്, കാരണം ഞങ്ങൾ സെറ്റിൽ വിളിച്ചപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് സെറ്റ് കണ്ടപ്പോൾ ശരിക്കും ആ സെറ്റ് കണ്ട് കുറച്ചു അവിടെ ചെന്ന് നിന്നപോലെ ശരിക്കും മരവിച്ച് നിന്നപോലെ ആയിപ്പോയി ഞങ്ങൾ അവിടെ. കാരണം ശരിക്കും ആ കൊടക്കനാലും കൂടെ ആ കവിളി എത്തിപ്പെട്ട ഒരു അവസ്ഥയാണ് ഞങ്ങൾക്ക്. അതുപോലെ തന്നെ പടം കണ്ടപ്പോൾ കരയൊന്നും വിചാരിച്ചിട്ടില്ലേ, കരഞ്ഞു പോയാണ് ഞങ്ങൾ ജീവിതത്തിൽ സംഭവിച്ച കഥകൾ ഓർത്തപ്പോൾ. ഒരുപാട് സാഹചര്യങ്ങളിലാണ് ഞങ്ങൾ അന്ന് കരയേണ്ടി വന്നത്. അതിവിടെ ശരിക്കും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. താങ്ക്സ്. പിന്നെ ഫിലിമിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാല് ഒന്നും പറയാ, സൂപ്പർ. അതായത് അജിത് ചേട്ടൻ്റെ ആ ഒരു പറയാ, പുള്ളി ചെയ്ത വർക്ക് ഞങ്ങളവിടെ ഷൂട്ടിന് പോയിട്ടുണ്ടായിരുന്നു. ആ ഗുണം എടുത്തേക്കണേ പുള്ളി, ഒന്നും പറയാല, അടിപൊളി. പിന്നെ നമ്മളെ ഡയറക്ടർ ചിതു സൂപ്പർ സൂപ്പർ എന്നൊക്കെ പറഞ്ഞല്ലേ, അടിപൊളി ഡയറക്ടർ. ഭാവിയിലെ നമ്പർ ഡയറക്ടറാ ചിതു. പിന്നെ നമ്മളെ അടിപൊളി സൂപ്പർ. പിന്നെ ആക്ടേഴ്സ് ഞാൻ ജീവിതത്തില് എനിക്ക് ഇവരെ കാണാൻ പറ്റുമെന്നാ, ഇവരൊക്കെ ഒന്ന് സംസാരിക്കാൻ പറ്റുമെന്നാ, നമ്മ ഒന്നും അറിഞ്ഞിട്ടില്ല. ആഗ്രഹങ്ങൾ വലുതാണ്. സൂപ്പറായിട്ട് ഇവരൊപ്പം സംസാരിക്കാനും ഇവരൊപ്പം കൂടാനും എല്ലാ കാര്യത്തിനും കൂടി ഞാൻ സിനിമയില് ചെറിയൊരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്. അടിപൊളി ഇത്, അടിപൊളി സൂപ്പർ. പിന്നെ ആ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ, സിനിമ ഫസ്റ്റ് ഷോട്ട് ഞങ്ങൾ കണ്ട് ഭയങ്കര എന്ത് പറയാനാണ്, അടിപൊളിയായിട്ടുണ്ട്. എന്റെ ആ ഒരു സുഭാഷ് എന്ന് വിളിക്കണ ആ സാധനം ഞാൻ കരഞ്ഞു പോയിട്ടാ. അത്രക്ക് മറ്റേ ഞാൻ എന്റെ ചങ്കോട്ട് വിളിച്ചാണ്. എന്ന് വെച്ചാല് ഞങ്ങൾ ഒരു അരമണിക്കൂറായിട്ട് വിളിച്ചു കിട്ടണില്ല, ഓരോ റെസ്പോണ്ടും ഇല്ല, ഒന്നുമില്ല. അവ അതിനിടയിൽ മഴയും പെയ്ത് എല്ലാം ചെയ്തപ്പോ അപ്പൊ എനിക്ക് ഭയങ്കര ഒരു മനസ്സിൽ തട്ടിപ്പോയി. അടിപൊളി, ബടി സൂപ്പർ. പിന്നെ എന്റെ ബാലു